യുക്രൈനിലെ ഡൊണാസ്കിൽ റഷ്യൻ ആക്രമണത്തിൽ 20-ലേറെ പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധവും അധിക താരിഫ് ചുമത്തുന്നതും ഉൾപ്പെടെ ആലോചിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് റഷ്യ ആക്രമണം ആരംഭിച്ചത്. നേരത്തെ യുക്രൈന് സൈനിക സഹായവും ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതും അമേരിക്ക തടഞ്ഞിരുന്നു. യുക്രൈനിലെ ഡോൺസക്കിലും കർക്കിവിലുമാണ് ആക്രമണം നടന്നത്. 20-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് നിലവിലെ സൂചനകൾ. 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള യുക്രൈൻ പ്രതിരോധം പൂർണ്ണമായും റഷ്യ തകർത്തു. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധവും അധിക താരിഫും ഉൾപ്പെടെ ചുമത്തുന്നത് ആലോചിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പിന് തൊട്ട് പിന്നാലെയാണ് ആക്രമണം. നേരത്തെ യുക്രൈന് സൈനിക സഹായം ലഭ്യമാക്കുന്നത് അമേരിക്ക നിർത്തിവെച്ചു. ഇന്റലിജൻസ് വിവരങ്ങളും സാറ്റലൈറ്റ് ഡാറ്റകളും ലഭ്യമാക്കുന്നതും തടയുകയും ചെയ്തു. ദുർബലമായ പ്രതിരോധം മാത്രമാണ് യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. യുക്രൈന് സൈനിക സഹായം നൽകാൻ ബ്രിട്ടൻ പദ്ധതി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും നീക്കങ്ങൾ യാഥാർത്ഥ്യമായിട്ടില്ല. ആക്രമണത്തിൽ അമേരിക്കയുടെ പ്രതികരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.